സനാതനധർമ്മത്തിന്റെ വക്താവല്ല ശ്രീനാരായണ ഗുരുദേവൻ എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ വിമർശിച്ച് സ്വാമി ചിദാനന്ദപുരി. ഹിന്ദുക്കൾ സംഘടിത വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ വരുന്നത്. ഇതിനെയൊക്കെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി ചേർത്ത് തോൽപ്പിക്കുമെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. സനാതനധർമ്മത്തിന്റെ പരമാചാര്യനായതുകൊണ്ടാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതെന്ന് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞത് സനാതനധർമ്മത്തിൻ്റെ പരമാചാര്യനായതുകൊണ്ടാണ്. ലോകത്തുള്ള എല്ലാവർക്കും സുഖം ഉണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ. ഏത് ആചാരമോ അനുഷ്ഠാനമോ ആയാലും എല്ലാവരും ഒരേ ഈശ്വരനിലേക്കാണ് എത്തിച്ചേരുന്നതെന്ന് ലോകത്തെ പഠിപ്പിച്ചത് സനാതനധർമ്മമാണ്. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ ആചാര്യനല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിലാണ് സ്വാമി ചിദാനന്ദപുരി വിമർശിച്ചത്. അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് അരുവിപ്പുറം മുതൽ അങ്ങോട്ട് ശിവക്ഷേത്ര പ്രതിഷ്ഠകൾ, സുബ്രഹ്മണ്യ ക്ഷേത്ര പ്രതിഷ്ഠകൾ, ദേവീക്ഷേത്ര പ്രതിഷ്ഠകൾ, അങ്ങനെ ചെയ്ത അവസാനം പ്രണവ പ്രതിഷ്ഠ വരെ ചെയ്ത അവിടുത്തെ പ്രതിഷ്ഠകളിൽ സനാതനധർമ്മ സംബന്ധി അല്ലാത്ത ഒന്ന് കാണിച്ചു തരൂ. അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുന്ന് മിണ്ടാതിരുന്ന ആളല്ലല്ലോ. ഉടനീളം തൻ്റെ ആധ്യാത്മിക പ്രഭാഷണങ്ങളും മറ്റിടപെടലുകളും നടത്തിയ ചരിത്രം പരിശോധിക്കൂ. ഇതൊക്കെ ഉണ്ടായിരിക്കെ അവിടുന്ന് സനാതനധർമ്മത്തിൻ്റെ വക്താവല്ല എന്ന് പറയണമെങ്കിൽ മൗഢ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അത് തള്ളിക്കളയപ്പെടേണ്ടുന്ന ഒരു മൂഢമായ ജൽപ്പനമായി മാത്രമേ നമുക്ക് ഗണിക്കാനുള്ളൂ. ഹിന്ദു സംഘടിത വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്നത്. ഈ പ്രചാരണങ്ങളെ ഹിന്ദു ഒറ്റക്കെട്ടായി തന്നെ നേരിടുമെന്നും സ്വാമി ചിദാനന്ദപുരി വ്യക്തമാക്കി. പക്ഷേ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി ഈ വിഷയത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നീട് വീണ്ടും ഇങ്ങനെ അസ്ഥാനത്ത് നിന്ദിക്കുന്ന രീതിയിൽ ഒരു ധർമ്മവ്യവസ്ഥയെ വലിച്ചഴയ്ക്കുന്നത് തീർച്ചയായിട്ടും അവർ നിർത്തുക തന്നെ ചെയ്യും. ജനം, കോഴിക്കോട്.